ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏഴാം വാരത്തിലെ ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും എത്തി. ഇവരുടെ വരവോടെ വ്യത്യസ്തമായ സംഭവവികാസങ്ങളാണ് ഹൗസിൽ നടക്കുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആവേശകരമായ ഏഴാം വാരത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ഏഴിൻ്റെ പടി എന്ന ടാഗ് ലൈനോടെ എത്തിയിരിക്കുന്ന സീസൺ 7ലെ ഏഴാം ആഴ്ച പല പ്രത്യേകതകളോടും കൂടിയാണ് ബിഗ് ബോസ് ഒരുങ്ങിയിരിക്കുന്നത്. ഇത്തവണത്തെ നോമിനേഷനിൽ തന്നെ അസാധാരണത്വം ഉണ്ടായിരുന്നു. മത്സരാർത്ഥികളിൽ പകുതി പേരെ ഓപ്പൺ നോമിനേഷന് ക്ഷണിച്ച ബിഗ് ബോസ് മറ്റുള്ളവരെ സാധാരണ രീതിയിലുള്ള നോമിനേഷന് ക്ഷണിച്ചു. ഇപ്പോഴത്തെ ഈ വാരത്തിലെ വീക്കിലി ടാസ്കായ ഹോട്ടൽ ടാസ്കിലെ അതിഥികളായി എത്തിയ ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും സീസൺ 7ൽ ഓളങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട പുതിയ പ്രോമോയിൽ അനുമോളുടെ പ്ലാച്ചി എന്ന് പേരിട്ട പാവയെ ഹൗസിന് പുറത്തേക്ക് വലിച്ചെറിയുന്ന ഷിയാസ് കരീമിനെ കാണാം. ഇത് കണ്ട് പൊട്ടിക്കരയുന്ന അനുമോളെയും അവിടെ കാണാം. ഹൗസിലെ മത്സരാർത്ഥികളെ ഒന്ന് ഇളക്കുക എന്നത് ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി എത്തുന്ന മുൻ മത്സരാർത്ഥികൾക്ക് സാധാരണ ചെയ്യാറുള്ളതാണ്. എന്നാൽ ഷിയാസ് കരീം ചെയ്തത് തരത്തിലുള്ള ഒരു ആക്ട് ഒരു സീസണിലേക്ക് എടുത്തു നോക്കുമ്പോൾ മത്സരാർത്ഥികൾ സാധാരണ ചെയ്യാറുള്ളതല്ല. അതേസമയം ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി എത്തുന്നവരെ സന്തോഷിപ്പിക്കുകയാണ് ഹോട്ടൽ നടത്തിപ്പുകാരായ നിലവിലെ മത്സരാർത്ഥികളുടെ കർത്തവ്യം. ഹോട്ടലിലെ പ്രവർത്തനത്തിലും ജീവനക്കാരുടെ സേവനങ്ങളിലും തൃപ്തരായ അതിഥികൾ നൽകുന്ന കോയിൻസുകളിലും പാരിതോഷികങ്ങളിലുമെല്ലാം മത്സരാർത്ഥികളുടെ കണ്ണ് അതിലേക്കാണ്. അതേസമയം ടാസ്കിൻ്റെ പുറത്ത് മത്സരാർത്ഥികൾ ചില ക്ലൂകൾ നൽകാനും ചില അതിഥികൾ ശ്രമിക്കാറുണ്ട്. രജിത് കുമാർ, റോബിൻ രാധാകൃഷ്ണൻ അടക്കമുള്ള മുൻ സീസണുകളിൽ ഇതേ ടാസ്കിൽ അതിഥികളായി എത്തിയിരുന്നു.